180 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 35 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന്. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു. ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. എനിക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറേ നേരം പുറത്തു കൂടെയൊക്കെ പോയി നടന്നു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു, എന്നോട് തന്നെ സംസാരിച്ചു. ഞാനിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഒരു ലോ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുക, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക, ദേഷ്യം വരിക. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് കാമാണ്, ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടാണുള്ളത്. സോ ഇന്നത്തെ ദിവസം സക്സസ്ഫുള്ളിയാണ് എൻഡ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. 35 ദിവസമായി. ആദ്യത്തെ ദിവസം തുടങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ, 35ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുവാണെന്ന്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോകുന്നതെന്ന് അറിയാമോ? എനിക്ക് എന്താണെങ്കിലും എന്നെ ഓർത്ത് ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഓരോ ദിവസവും ഈ അലീഷയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ആവുന്നുണ്ട്. പിന്നെ എൻ്റെ തന്നെ ഒരുപാട് പാറ്റേൺസും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഹീലിംഗ് ജേർണി ആണല്ലോ, ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു ജേർണിയാണ് എൻ്റെത്. മാറ്റങ്ങൾ വരുന്നുണ്ട്, വലിയ വിസിബിൾ ഒന്നുമല്ല, പക്ഷെ ഇൻറ്റേർണലി ഒരുപാട് ഷിഫ്റ്റ് എനിക്ക് വന്നു. അതുപോലെ തന്നെ ഒരുപാട് ഞാനുമായി നല്ല കണക്റ്റ് ആവുന്നുണ്ട്, നല്ല കൂട്ടാവുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കര ഡൗൺ ആയി പോകുമ്പോഴും ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഇരുന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കി. ഇത്ര കാലം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, അത്രയും സ്നേഹത്തോടെ സ്വീറ്റായിട്ടൊക്കെ ഞാൻ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. എൻ്റെ സെൽഫ് ടോക്കൊക്കെ മാറുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് കിട്ടിയതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഒരു ദിവസം കൂടി ജീവിക്കാൻ പറ്റി. എനിക്കിന്ന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, ഇടാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഇരിക്കാൻ ഒരു വീടുണ്ട്, ചുറ്റും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ വളരാൻ പറ്റുന്നുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. ലൈഫിൽ ഒരുപാട് നല്ല ചാലഞ്ചസുകളുണ്ട്. എനിക്കത് വളരാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയാം. സോ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എൻ്റെ ലൈഫിന്. അതുപോലെ എൻ്റെ ലൈഫിലുള്ള ഓരോ പ്രതിസന്ധികൾക്കും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൺകംഫർട്ടബിൾ ആണ്. ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു മെസ്സി ആയിട്ടുള്ള ഫേസിലാണുള്ളത്. പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു എംബാരസ്ഡ് ആവുന്ന പോലെ, പിന്നെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഫീലൊക്കെ വരാറുണ്ട്. എന്നാലും ഓരോ ദിവസവും എത്രയൊക്കെ റെസിസ്റ്റൻസ് വന്നിട്ടും സെൽഫ് ഡൗട്ട് വന്നിട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം റെഡി ആവുന്നുണ്ട്. എന്താണെങ്കിലും മാറ്റങ്ങൾ നല്ലതായിട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റേണലി ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടും നന്നായി തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പബ്ലിക്കായി പറഞ്ഞതുകൊണ്ട് എനിക്ക് ചലഞ്ച് ബ്രേക്ക് ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ ഇതിങ്ങനെ വരുമോ, ഞാൻ പറഞ്ഞതാണ്, ആൾക്കാർ എന്നോട് ചോദിക്കുന്നുള്ളൊരു സാധനം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറേ കൂടെ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൺസിസ്റ്റൻസി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നത്, എല്ലാ ദിവസവും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ചില ദിവസമൊക്കെ നമുക്ക് ഒട്ടും മോട്ടിവേഷൻ ഇല്ലാതെ ഡൗൺ ആയി ഇരുന്നു പോകും. എന്നിട്ട് ഞാനിങ്ങനെ എഴഞ്ഞിട്ടാണേലും ശരി, ഓടാൻ പറ്റിയില്ലെങ്കിലും പറക്കാൻ പറ്റിയില്ലെങ്കിലും എഴഞ്ഞിട്ടാണല്ലോ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നെ തട്ടിക്കുട്ടി എടുത്ത് ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഓരോ ദിവസം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വിശ്വസിക്കുക, നമ്മളെ സ്നേഹിക്കുക, എല്ലാം റെഡിയാകും. നമ്മളെ സ്നേഹിക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ വിശ്വസിക്കില്ലായിരിക്കും, നമ്മൾ പൊട്ടനാമണ്ടനാന്നൊക്കെ പറയായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും കേൾക്കണ്ട. നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വിശ്വസിക്കുക. നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമല്ലേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഉള്ള ടൈം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. അതുപോലെ നമ്മളെ അങ്ങോട്ട് ഫുള്ളായിട്ട് വിശ്വസിക്കണം. അതുപോലെ നമ്മളെ ജെന്റിലായി റീനർച്ചർ ചെയ്ത്, റീപാരന്റ് ചെയ്ത്, ഗൈഡ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ തന്നെ നമ്മളെ വളർത്തിയെടുക്കണം. നമ്മുടെ തന്നെ ഒരു നല്ല അച്ഛനായിട്ടും അമ്മയായിട്ടൊക്കെ നമ്മളെ ഗൈഡ് ചെയ്തെടുക്കുക. അത് നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ തന്നെ നമ്മുടെ ഒരു സേഫ് സ്പേസ് ആവുക. നമുക്ക് സങ്കടം വന്നാലും എന്ത് വന്നാലും നമ്മുടെ അടുത്ത് തന്നെ ഓടി വരാൻ നമുക്ക് പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ഇന്നർ ക്രിട്ടിക്കിനെ മാറ്റിയിട്ട് ആ ഒരു ലവിങ് ഫാദർ മദർ ആവുക. നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് മാറും. നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മളുമായി കണക്ട് ചെയ്യുമ്പോൾ, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇതൊന്നും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ആങ്ഷ്യസ് ആവും, ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ എല്ലാം ഇവഞ്ച്വലി റെഡി ആകും. എനിക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം
സെൽഫ് ട്രസ്റ്റ് കൂടുന്നുണ്ട്, സെൽഫ് ലവ് കൂടുന്നുണ്ട്, സെൽഫ് അക്സെപ്റ്റൻസ് കൂടുന്നുണ്ട്. അതുപോലെ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമ്മളെ വിശ്വസിക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിലോ നമ്മുടെ സെൽഫിലോ ഗിവ് അപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഉള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് ബാഡാണ് അല്ലെങ്കിൽ എൻ്റെ വിധിയാണെന്നൊന്നും പറഞ്ഞിരിക്കരുത്. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാം. നമുക്ക് ആരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഒന്നും കിട്ടാനില്ല. മറ്റുള്ളവർ വന്നിട്ട് ഒരിക്കലും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരത്തില്ല. ആരും നമ്മളെ സേവ് ചെയ്യാൻ വരത്തില്ല. നമുക്കാണ് പെയിൻ ഉള്ളത് നമ്മുടെ ഉള്ളിൽ. സോ അത് ഹീൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്കൊരു മുറിവുണ്ടെങ്കിൽ അത് ഭേദപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ സ്വയം ഹീൽ ചെയ്യുക, സ്വയം റെസ്പോൺസിബിലിറ്റി എടുക്കുക. അതുപോലെ തന്നെ നമ്മളോട് തന്നെ പറയാം, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. ഞാൻ തന്നെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം. ഞാൻ എൻ്റെ ശീലങ്ങളും എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക, മാറാൻ തയ്യാറാവുക, നമ്മളൊരു ഡിസിഷൻ എടുക്കുക, നമ്മളെ സ്നേഹിക്കുക, വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫ് മാറും. എൻ്റെ ലൈഫിൽ ഞാനതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ എന്നെ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, അതുപോലെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല, എൻകറേജ് ചെയ്തിട്ടില്ല. ഞാനിപ്പം ആളാകെ മാറി വരുന്നുണ്ട്. കഴിഞ്ഞ 35 ദിവസം കൊണ്ടാണ് ഇത്രയും മാറ്റം വന്നത്. എനിക്ക് പേടിയുള്ള പല കാര്യങ്ങളും ചെയ്തു. ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ തുടങ്ങി, വീഡിയോ ചെയ്യാൻ തുടങ്ങി, എൻ്റെ വെയിറ്റ് കുറഞ്ഞു. അതുപോലെ എനിക്ക് ഞാനുമായിട്ടൊരു നല്ല കണക്ഷൻ ബിൽഡായി വരുന്നുണ്ട്. ഇനി ഒരുപാട് ദൂരം എനിക്ക് പോകാനുണ്ട്. പക്ഷേ ഇതൊരു ഗ്രോത്ത് തന്നെയാണ്, മാറ്റം തന്നെയാണ്. ഇത്ര ദിവസം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ജേണി എനിക്ക് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ 35 ദിവസം ഒരുപാട് ഇമോഷനിലൂടെ കടന്നുപോയി. ഫിസിക്കലി ടയേർഡായി, മെൻ്റലി ടയേർഡായി. എന്നിട്ടൊന്നും ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. അത് എനിക്ക് പുതിയൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ ദിവസം. ഇപ്പോൾ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ഞാൻ എൻ്റെ ലൈഫിലും എൻ്റെ ഈ ചലഞ്ചിലും എവിടെ ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന കാര്യം, ഞാനൊരു വിന്നറാണ്. ഞാൻ എന്ത് വന്നാലും എൻ്റെ സെൽഫിൽ ഗിവ് അപ്പ് ചെയ്യത്തില്ല. എൻ്റെ ലൈഫിൽ എന്ത് ചലഞ്ച് വന്നാലും അതെനിക്ക് വളരാനുള്ള ബ്ലെസ്സിങ് ആണ്, അതെനിക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാം എൻ്റെ ലൈഫിൽ നടക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മാറുന്നുണ്ട്, എന്നാലും ഞാൻ ഹാപ്പിയാണ്. ഇന്ന് എനിക്ക് ആ പഴയൊരു എനർജിയൊക്കെ തിരിച്ചു കിട്ടുമല്ല. കഴിഞ്ഞ 3-4 ദിവസം ഞാനിങ്ങനെ കുറച്ച് ലോ ആയിട്ട്, എനിക്കൊന്നും വയ്യാതെ കിറുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഒന്നും പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നല്ലൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണ്, ഹാപ്പിയാണ്, പ്രൗഡാണ് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്. സോ എനിക്ക് എല്ലാവരോടും പറയാമല്ലോ, മക്കളെ ലൈഫ് മാറണോ, സെൽഫിൽ പണിയെടുക്കാൻ തുടങ്ങുക, ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളിൽ തന്നെ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവുക, വിശ്വസിക്കുക സ്വയം, സ്നേഹിക്കുക സ്വയം, നന്ദി പറയുക. ഇപ്പോൾ ഉള്ള ലൈഫിന്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനും നന്ദി പറയുക. എല്ലാം റെഡി ആകും. സോ ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി ആണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ഐ ലവ് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. It means a lot. I appreciate that. Bye. Good night. Have a sound sleep.